ഫ്രണ്ട്സ്, ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം കേട്ടോ. ഇത് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവുകയാണ്. ഞാൻ ട്രിവാൻഡ്രം മ്യൂസിയം പല പ്രാവശ്യം ഷോർട്സിലും ഒക്കെയായി വീഡിയോ ആയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ട്രിവാൻഡ്രം സൂവിനകത്തുള്ള കാഴ്ചകളാണ്. പക്ഷേ മഴയായതുകൊണ്ട് തന്നെ ഭയങ്കരമായ മഴയായിരുന്നു. അപ്പം കാണാൻ പോകാൻ പറ്റുമെന്ന് പോലും നമ്മൾ വിചാരിച്ചില്ല. ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ മഴ തോരുന്നില്ല. പിന്നെ എന്തായാലും നമ്മൾ എടുത്തതല്ലേ, അപ്പോൾ അതിനകത്തേക്ക് പോയി അവിടെ പറ്റുന്ന കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തമ്പാനൂർ, അതായത് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 4 to 5 കിലോമീറ്റേഴ്സിനകത്താണുള്ളത്. നമ്മൾ നെടുമങ്ങാട് നിന്ന് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 10-15 കിലോമീറ്ററോളം നമുക്ക് വരണം ഇവിടേക്ക് എത്തണമെങ്കിൽ. നമ്മളൊക്കെ ഒരു റിലാക്സേഷൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചൊക്കെ മനസ്സൊന്ന് ഫ്രഷപ്പ് ആവണമെങ്കിൽ ട്രിവാൻഡ്രം മ്യൂസിയം ആൻഡ് ട്രിവാൻഡ്രം സൂ എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. കാരണം അത്രയേറെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ്. ധാരാളം സമയം നമുക്കിതിനകത്ത് സ്പെൻഡ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇത് കാട്ടുകോഴി എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ മിക്ക ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് ഒരു ഓപ്പൺ സ്പേസ് ആണല്ലോ. ഇപ്പോൾ വാട്ടർ ബേർഡ്സ് അല്ലാത്ത പക്ഷികൾക്കൊക്കെ ഒരുപാട് നനയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ യമു വിഭാഗത്തിൽപ്പെട്ട പക്ഷികളാണെന്ന് തോന്നുന്നു. ഇത് കാട്ടുകോഴി എന്തായാലും അല്ല. അതുപോലെ തന്നെ ഇത് മങ്കീസിനെയൊക്കെ ഇട്ടിരുന്ന സ്ഥലത്തൊക്കെ മങ്കീസില്ല. മോള് മഴ കാരണം ഓടുന്നതാണ് കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ ഒത്തിരി അല്ലാതെയുള്ള കയറിയിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ധാരാളമുണ്ട്. ഇതൊരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് വിശദീകരിച്ചുകൊണ്ടുള്ളതാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്, മ്യൂസിയത്തിൻ്റെ മാപ്സാണത്. അപ്പോൾ ഇവിടെ നമുക്ക് പലതരത്തിലുള്ള കുരങ്ങന്മാർ, സിംഹവാലൻ കുരങ്ങൻ. അല്ലാതെ നമ്മൾ നോർമലായിട്ടുള്ള ഡേയ്സിൽ പോവുകയാണെങ്കിൽ നമുക്കിവരെ കാണാൻ പറ്റും. പക്ഷേ ഇന്ന് കാണാൻ പറ്റുന്നില്ല. അത്രയേറെ പച്ചപ്പുള്ള ഒരു സ്ഥലമാണ്. ഇന്ത്യയിലുള്ള പുരാതനമായ സുവോളജിക്കൽ സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സൂ എന്ന് പറയുന്നത് വളരെ പുരാതനമായ ഒരു സൂ തന്നെയാണ്. നമ്മുടെ 1859 നമ്മുടെ നേപ്പിയർ മ്യൂസിയത്തിനോട് ചേർന്ന് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ ഈ സൂ. കൂടുതൽ ടൂറിസ്റ്റുകളെയും കൂടുതൽ ടൂറിസത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഇവിടെ ആനിമൽസിനെ പാർപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാം, ഫുഡും എല്ലാം നൽകി പരിരക്ഷിച്ചു പോകുന്നത്. എക്സ്റ്റിൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് പോലും ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഒട്ടകം, അതുപോലെയുള്ള ആന ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മഴയായതുകൊണ്ട് തന്നെ ഓപ്പൺ സ്പേസിലുള്ള എല്ലാ പക്ഷികളും, അത് വാട്ടർ ബേർഡ്സ് അല്ലാത്ത പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പാർപ്പിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു. കാരണം ചില മൃഗങ്ങൾക്കൊക്കെ നനയാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ പിന്നെ അവിടെ കുറച്ച് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ വർക്കുകളൊക്കെ വീണ്ടും പുതിയതായിട്ട് കെട്ടുന്നതും അങ്ങനെയുള്ള റിപ്പയറിങ്, മെയിൻ്റനൻസ് വർക്ക്സ് അങ്ങനെയുള്ളതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വാട്ടർ ബേർഡ്സിൻ്റെ ഒരു ഇതാണ്. ഇവിടെ പലതരത്തിലുള്ള വാട്ടർ ബേർഡ്സാണുള്ളത്. ഇതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. പല തരത്തിലുള്ള, ഇവരെ എത്ര നോക്കി നിന്നാലും നമ്മളെ സമയം പോകുന്നത് നമ്മളറിയില്ല. അത്രയേറെ വാസ്റ്റായിട്ടുള്ള ഒരു സ്പേസാണ്. ആകാശവും കാണാം. ഓപ്പൺ ആണോ എന്ന് ചോദിച്ചാൽ ഓപ്പൺ അല്ല, എന്നാൽ ഗ്രിൽഡാണ്. അറ്റ് ദ സെയിം ടൈം അവർക്ക് നല്ല എയറും അതുപോലെ തന്നെ പറക്കാനുള്ള സ്ഥലവും ഒക്കെ ധാരാളം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ബിൽഡിങ്സൊക്കെ ഇങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ പക്ഷികളെല്ലാം വെള്ളത്തിനോട് യോജിച്ച് ജീവിക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ പലതരത്തിലുള്ള പക്ഷികളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കുളക്കൊക്ക്, ചാരമുണ്ടി, ചേരക്കോഴി, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പക്ഷികളാണ് ഇതിനകത്തുള്ളതെന്നാണ്. അപ്പോൾ ഇത് വാട്ടർ ബേർഡ്സാണ്. അപ്പോൾ ഇത് എത്ര സമയം നോക്കി നിന്നാലും നമുക്ക് മതി വരാത്തൊരു കാഴ്ചയാണ്. അതിഭയങ്കരമായ മഴ തന്നെയായിരുന്നു. പക്ഷേ എനിക്കെന്തോ മഴ നനഞ്ഞുകൊണ്ടാണ് ഞാനിതെല്ലാം
കണ്ടത്. മുഴുവൻ നനഞ്ഞ ഒരവസ്ഥയായിരുന്നു. പക്ഷേ എന്നാലും മനസ്സിന് നല്ല ഉന്മേഷദായകമായ കാഴ്ചകളാണ്. അപ്പോൾ എനിക്ക് തോന്നി അത് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള നിങ്ങളിലേക്കും ഷെയർ ചെയ്യണമെന്ന്. മഴക്കാലത്ത് എങ്ങനെയായിരിക്കും സൂവിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഇത് നീർനായുടെ സെക്ഷനാണ്. ഇതിനു മുമ്പ് ഞാൻ പോയപ്പോൾ നീർനായ നമുക്ക് പുറത്ത് കാണാൻ കഴിയുമായിരുന്നു. അവയൊക്കെ ഇങ്ങനെ സ്വിമ്മ് ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണാൻ കഴിയുന്നില്ല. ഇവിടെ വേറെ ഒരു വ്ളോഗർ വന്ന് ഇതിൻ്റെ കാഴ്ച ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നീർനായെ കാണാൻ പറ്റുന്നില്ല. അവരൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ പോയി മിണ്ടാതെ കിടക്കുകയാണെന്ന് തോന്നുന്നു. അവർക്ക് പോയി ഇരിക്കാനുള്ള സ്പേസും അവിടെ ഉണ്ട്. അപ്പോൾ വേറെ അവിടെ ഉണ്ട് കുറച്ച് സ്പേസ്. അപ്പോൾ അവിടെ അവർ പോയി ഇരിക്കുകയാണോ വെള്ളത്തിൻ്റെ അടിയിലുണ്ടോ എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. കാരണം പുറത്ത് കാണാനില്ല ഓട്ടേഴ്സ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആനിമലാണ് ഈ നീർനായ എന്ന് പറയുന്നത്. ഭയങ്കര ഇതാണ് അവരെ കാണാനായിട്ട്. വളരെ മനോഹരമായൊരു കാഴ്ചയായിരിക്കും അവർ സ്വിമ്മ് ചെയ്യുന്നതും അതൊക്കെ. അപ്പോൾ മൃഗങ്ങൾക്ക് ആരും ഫുഡ് കൊടുക്കരുതെന്ന് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബോർഡ്. പിന്നെ വി ആർ ഓൺ സ്പെഷ്യൽ ഡയറ്റ്സ്, ഡു നോട്ട് ഫീഡ് അസ് എന്ന് പറഞ്ഞ് സ്പെഷ്യലായിട്ടൊരു ബോർഡ് കാണാം. പിന്നെ ഇവിടെ ഒരു എന്താണ് പറയുന്നത്, ഒരു വാട്ടർ ബോഡി ഇതിനകത്തുണ്ട്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു പല മൂവീസും ഇതിനകത്ത് ലൊക്കേഷനായിട്ടുണ്ട്. 90s മൂവിയൊക്കെ ഇതിനകത്ത് ലൊക്കേഷനായിട്ടുള്ളതാണെന്ന് ഉണ്ട്. അത്രയേറെ മനോഹരമായൊരു സ്പേസാണ് ഇത്. നമ്മുടെ കരടിയാണ്. ആദ്യം ഞാൻ പോയി നോക്കിയപ്പോൾ കാണാനില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഒരു കരടി പുറത്തേക്ക് വന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കാൻ കഴിഞ്ഞ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. കരടി. ധാരാളം മരങ്ങളാണ്, ഇഷ്ടം പോലെ മരങ്ങളുണ്ട് ഇവിടെ. അതുതന്നെയാണ് നമ്മുടെ ട്രിവാൻഡ്രം സൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയും. ഒരു ആർട്ടിഫിഷ്യാലിറ്റി നമുക്കിവിടെ ഫീൽ ചെയ്യില്ല. അത്രയേറെ മരങ്ങളാൽ നിബിഡമായ, നമുക്ക് പെട്ടെന്നൊരു ഫോറസ്റ്റിനകത്തേക്ക് കയറിയതുപോലെയാണ്. എന്നാൽ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ കരടി പുറത്തേക്ക് ഇറങ്ങി, കണ്ടോ? അപ്പോൾ കരടിയെ കാണാൻ കഴിഞ്ഞു. ഒരു നാച്ചുറാലിറ്റി, നല്ല രീതിയിലുള്ള പ്രകൃതി ഭംഗി ഇവിടെ ഉണ്ട് എന്നുള്ളത്. പിന്നെ വാസ്റ്റായിട്ടുള്ള ഒരു സ്പേസുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. എത്ര കറങ്ങിയാലും തീരാത്ത അത്രയും സ്പേസും ഇതിനകത്തുള്ളത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയേറെ സ്പേസ് ഉണ്ട് താനും. നമുക്ക് എവിടെയും ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ കണ്ടില്ലേ മഴ. ഈ വാട്ടർ ബോഡി ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ്. അത്രയേറെ പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. മുളയൊക്കെ ഇങ്ങനെ ചാഞ്ഞൊരു ഫിലിമിൻ്റെ ഒരു ക്യാൻവാസ് ഇട്ടതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പല ഫിലിംസിനും ഇതൊരു എന്താണ് ഈ പ്രകൃതി ഭംഗി പല സിനിമയിലും അവർ ഒപ്പിയെടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്. ഏത് മൂവിയാണെന്ന് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. ധാരാളം മൂവീസിന് ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ അവർ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻസ് കൂടിയാണ്. പല മൂവിക്കും ലൊക്കേഷൻസ് ആയിട്ടുള്ള ഒരു സ്പേസാണിത്. അപ്പോൾ എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇതെല്ലാം പ്രകൃതി നേരിട്ട് നമ്മൾ കാണുന്നത് പോലെ. പിന്നെ നമ്മുടെ കാണ്ടാമൃഗം എന്ന് പറയുന്ന ഹിപ്പോസ്, ഇവർ ഭയങ്കര ഫിറോഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ. ഭയങ്കരമായ ഫിറോഷ്യസ് ആണ് ചില സമയങ്ങളിൽ എന്നാണ് പറയുന്നത്. പക്ഷെ വളരെ ഒരു ദേഷ്യമില്ലാത്ത അങ്ങനത്തെ മൃഗങ്ങളാണെന്ന് നമുക്ക് തോന്നിപ്പോയവരുടെ ആ ഒരു രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊരു വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചായിട്ട്. എനിക്കിങ്ങനെയുള്ള ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാനുകളുടെ സെക്ഷനാണ്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം സൂ എന്ന് പറയുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ്. പ്രത്യേക ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന നമ്മുടെ സൂവിലെ എല്ലാവരെയും ഞാൻ ഈ സമയം അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയേറെ അവർ എല്ലാ കാര്യങ്ങളിലും വരുന്ന എല്ലാ ആൾക്കാർക്കും വിസിറ്റേഴ്സിനും നല്ലൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് അകത്ത് പോയി എൻജോയ് ചെയ്യാം. നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രം നമ്മൾ പാലിക്കണമെന്ന് മാത്രം. അകത്തേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ എൻജോയ്മെൻ്റാണ്. എന്നാൽ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് ഇവിടെ കിട്ടും എന്നുള്ളത് വളരെ ഒരു ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ തന്നെ ഇവിടുത്തെ മ്യൂസിയം സൂവുമായി തന്നെ
നമുക്ക് ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ട്രിവാൻഡ്രത്തെ ഏറ്റവും നല്ല ലൊക്കേഷൻ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് സൂ എന്നേ പറയുള്ളൂ. കാരണം എനിക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നിരാശാജനകമായൊരു കാര്യം, ഇവിടെ എല്ലാ ആനിമൽസിനെയും നമുക്കിവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്, മഴയായതുകൊണ്ട് തന്നെ. അപ്പോൾ ആദ്യം ഞാൻ ഈ വീഡിയോ മഴയായതുകൊണ്ട് ഇടണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. കാരണം ഒരുപാട് ആനിമൽസിനെ നമുക്കിതിനകത്ത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനകത്തുള്ള ആ സ്പേസെങ്കിലും നമുക്കൊരു റെയിനി ഡേയിൽ സൂയിലെ കാഴ്ചകൾ എന്തായിരിക്കും എന്നറിയാമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളോടൊപ്പം കൂടി അത് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അപ്പം നോക്കിക്കേ, ടൈഗർ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് വളരെ ദൂരെ ആയതുകൊണ്ട് തന്നെ അടുത്ത് നമുക്ക് അവരെ സ്പോട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല, മഴയായതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ഒരിക്കൽ അവരെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നീണ്ടു പോകുന്നത്. ഇനി ബേഡ്സിൻ്റെ സെക്ഷനാണ്, അതായത് മക്കാവോസ്, അതുപോലെ തന്നെ ഇതിനകത്ത് സ്കാർലറ്റ് മക്കാവോസ് ഉണ്ട്, പലതരത്തിലുള്ള പക്ഷികളും മഴയായതുകൊണ്ട് തന്നെ ധാരാളം ഇല്ല. മൾട്ടി കളേർഡായിട്ടുള്ള ഇവരുണ്ട് പക്ഷികൾ. അപ്പോൾ പക്ഷീസ് എന്ന് വന്നുപോയി. ബേഡ്സ് ധാരാളം ഉണ്ട്. ഇത് ബട്ടർഫ്ലൈ പാർക്കാണ്. ബട്ടർഫ്ലൈസ് മഴയായതുകൊണ്ടില്ല, ചിത്രശലഭ പാർക്കാണ്. പക്ഷേ വളരെ മനോഹരമായൊരു ആംബിയൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഗ്രീനറി കണ്ടോ, അത്രയും ഭംഗിയാണ്. പക്ഷേ മഴയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബട്ടർഫ്ലൈസൊക്കെ ഇവിടെ കാണാൻ പറ്റും. മറ്റൊരു മഴയില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ലാസ്റ്റിൽ മയിലുകളാണ്. അപ്പോൾ നമ്മുടെ നാഷണൽ ബേർഡായിട്ടുള്ള മയിലിനെ കാണിച്ചുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു ദിവസം ഞാൻ ആനിമൽസ് എല്ലാം ഉള്ളപ്പോൾ മഴയില്ലാത്ത ഒരു ദിവസം പോയി ഇത് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു കുറവായി കണ്ട് വിഷമിക്കും.